ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി തേങ്ങ അരച്ചു ചേർത്ത മത്തിക്കറിയാണ് കേട്ടോ. അതും പഞ്ഞീനുള്ള മത്തി. വളരെ രുചികരമായിട്ടുള്ള ഒരു മത്തിക്കറിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻസ് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്കൊന്ന് പോയാലോ. അപ്പോൾ നമുക്ക് അടുപ്പിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി ചൂടായി വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽ മുളക് ഒടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ചുവന്നുള്ളി 10 എണ്ണം വളരെ കനം കുറച്ച് അരിഞ്ഞതും, ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ ചിരവിയതും, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൽ അരക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ ഒരു കറുപ്പ് കളർ ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാനിവിടെ തേങ്ങ വെള്ളമില്ലാത്ത തേങ്ങയായതിനാൽ ചിരവുമ്പോൾ തന്നെ അത് പുറത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് അരച്ച് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ആ കറുത്ത കളർ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് നടുകീറിയതും, ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ ഈ മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 രൂപക്ക് വാങ്ങിയ മത്തിയാണ്. ഒരു 5-6 ഉള്ളൂ കേട്ടോ. അത് വെച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങൾ 2 പേരെ വീട്ടിലുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് മതി. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് ഐറ്റംസുകളെല്ലാം നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത മീനാണ്. 2 പീസുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. തിള വന്നോ എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. തിള വരുന്നതേയുള്ളൂ. ഇനി നമുക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കിയതിന് ശേഷം ഉപ്പുണ്ടോക്കെ നോക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടില്ലേ, മീൻ കറിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് മീനിൻ്റെ പീസാണ് കേട്ടോ. മീൻ കഷ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് കാട്ടിത്തരികയാണ്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് പരുവത്തിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി രുചിയിലുള്ള മത്തിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.